കൊല്ലിയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. മാരാർ വരുമോ ഇല്ലയോ എന്നാണ് നമ്മൾ സംശയിച്ചൊന്നുമില്ല. അഖിൽമാരാർ വന്നു. ഇന്നത്തെ പ്രൊമോയില് ടാസ്ക് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. ടാസ്ക് കൊടുത്തു, ദോഷം പറയരുതല്ലോ. പക്ഷെ ഉദ്ദേശം വേറെയായിരുന്നു. അവരഭിനയിച്ച സിനിമ മുള്ളൻകൊല്ലിയുടെ ഒരു പരസ്യം, അത്രേ ഉള്ളൂ ഇതിനകത്തിലെ കാര്യങ്ങൾ. ഇന്നത്തെ അപ്പം നടന്ന സംഭവങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പറയാം. നമുക്ക് ആദ്യം കൺഫെഷൻ റൂമിലേക്കാണ് മാരാർ എത്തുന്നത്. മാരാർക്ക് ഒരു ക്ലാസ് ഒക്കെ കൊടുത്ത് ബിഗ് ബോസ് അണ്ണൻ ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പം പറയുന്നത്, ഇവരുടെ കൺഫെഷൻ റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയി പോയി മാരാറുടെ വരവ്. എന്തായാലും ശരി, ഈ ഇതിനകത്ത് കയറി കഴിഞ്ഞ് ഉണ്ടായ ഒരു നൂറയ്ക്ക് കിട്ടിയ പവറാണ് ഇതിനകത്തിലെ ഒരു ടാസ്ക് ആയിട്ട് മാറുന്നത്. കാര്യം, നൂതില ചെരുപ്പ് ഫാക്ടറി, നൂതില ബിഗ് ബോസ് ആയിരിക്കും കേട്ടത് എന്ന് പറഞ്ഞാൽ ദി അൾട്ടിമേറ്റ് ചപ്പൽ കിങ് ഓഫ് കേരള. എന്റെ അമ്മോ, അവിടെ ചപ്പൽ ഫാക്ടറി ആയോ? ഇപ്പൊ ഇതിനകത്തില് ഒരു ലാലേട്ടൻ പറഞ്ഞൊരു ഫാക്ടറി വരുന്നു, സർക്കസ് കൂടാരം വരുന്നു. അപ്പൊ അടുത്തായിരിക്കും സർക്കസ്. അപ്പൊ ഇതിനകത്തില് ഓൾറെഡി അതിനകത്ത് കുരങ്ങന്മാരും സിംഹം കടുവ എല്ലാം ഉണ്ടല്ലോ. പിന്നെ സർക്കസ് കൂടാരം തുടങ്ങാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇതിനകത്തിൽ ഇപ്പം നൂറയുടെ നൂതില ഫാക്ടറിക്കകത്ത് ഇവര് ആവശ്യപ്പെടുന്ന അത്രയും ചെരുപ്പുകൾ, സോളും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നതനുസരിച്ച് ചെരുപ്പ് നിർമ്മാണമാണ്. ചെരുപ്പ് നിർമ്മാണത്തില് അസിസ്റ്റ് ചെയ്യുന്നത് ജിഷിനാണ്. ജിഷിന് ഈ തൊഴിലാളികൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് അവരെ തിരുത്താം. തൊഴിലാളികൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അവിടെ ഇടപെടാം. ജിഷിനൊരു ഓൾറൗണ്ടറായിട്ട് വേണം നമുക്ക് കരുതാൻ. പിന്നെ ഇതിനകത്തില് ദിവസവേതനമുണ്ട്. പൈസ കൊടുക്കുന്ന ബ്ലാക്ക് കോയിനും ഗോൾഡ് കോയിനും. അപ്പൊ തന്നെ ഇതിനകത്തില് ഈ ഏറ്റവും വലിയ ഒരു നിഗൂഢത ഇതിനകത്തുള്ളത്, ബ്ലാക്ക് കോയിൻ ഈ 100 കൊടുക്കുന്നത് എപ്പോഴും നോക്കണം, പ്രതികാര ബുദ്ധിയോടെ ആയിരിക്കും. അടുത്ത ഒരു വൻ അടി ഈ ടാസ്കിലൂടെ വരാൻ പോവുകയാണ്. എന്തായാലും ശരി, കോയിൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ബ്ലാക്ക് ആയാലും ഗോൾഡ് ആയാലും. ഗോൾഡൻ കിട്ടുന്നവർക്ക് സുവർണ അവസരം, അല്ലെങ്കിൽ ബ്ലാക്ക് കൂടുതൽ കിട്ടുന്നതാണ് ഡയറക്റ്റ് നോമിനേഷൻ. ഓൾറെഡി ഇപ്പൊ ചിലരൊക്കെ ഡയറക്റ്റ് നോമിനേഷൻ കിടപ്പുണ്ട്. അതിന്റെ കൂടെ ഇതും കൂടാണ് അടുത്ത ആഴ്ച വരുന്ന പരിപാടി. ഇത് 2 ദിവസത്തെ ടാസ്ക് ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ 2 ദിവസമേ ഉള്ളൂ ഫാക്ടറി. എന്തായാലും ശരി, യന്ത്രങ്ങളുടെ ശബ്ദവും മുതലാളിമാരുടെ അത് ഇതൊക്കെ ഒരു ഫാക്ടറി അറ്റ്മോസ്ഫിയർ. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സൗണ്ട് ക്രിയേഷനോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. ഈ യന്ത്രങ്ങളുടെ ശബ്ദം എന്നൊക്കെ പറയുമ്പം അതിനകത്ത് ആർട്ടിഫിഷ്യൽ എന്തെങ്കിലുമൊക്കെ സംഭവം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ യൂണിയൻ നേതാവാണ് അക്ബർ. അക്ബർക്ക് ഈ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളോ കാര്യങ്ങൾ നടത്തുവാണെങ്കിൽ, അങ്ങനെ പിന്നെ മുതലാളി അവര് യഥാർത്ഥമായ രീതിയിൽ വേതനം കൊടുത്തില്ലെങ്കിൽ ഒക്കെ ചോദ്യം ചെയ്യാൻ ഉള്ള യൂണിയൻ നേതാവാണ് അക്ബർ. തൊഴിലാളികളുടെ ഷാനവാസ് ആദില, പിന്നെ അഭിലാഷ്, അങ്ങനെ കുറെ പേര് വരുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്തില് ഇതാണ് ഇതിന്റെ ഈ ടാസ്കിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ സീക്വൻസ് യഥാർത്ഥ ഉദ്ദേശം പറയൂ. യഥാർത്ഥ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഈ അഖിൽമാരാർക്കൊപ്പം പിന്നെ സെറീനയും അഭിഷേകും കൂടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസ് മെറ്റീരിയലാണ് ഇവര്. ഇത് 3rd റണ്ണറപ്പാന്ന് തോന്നുന്നു അഭിഷേക്. അപ്പൊ ഇവരെയും കൂടി ഇൻവൈറ്റ് ചെയ്ത് ഹൗസിനുള്ളിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു. മുള്ളൻകൊല്ലിയുടെ പ്രൊമോ അവിടെ കാണിക്കുന്നു. നമ്മളെ കാണിച്ചില്ല, ബിഗ് ബോസ് അംഗങ്ങളെ കാണിച്ചുള്ളൂ. പൈസ കൊടുത്ത് കാണത്തില്ല, ഏഷ്യനെറ്റ് അതായിരിക്കും. എന്തായാലും ശരി, പ്രൊമോ കണ്ട് ഇവര് ഈ മുള്ളൻകൊല്ലിയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. മാസ്കിന്റെ കാര്യം അവിടെ ഒരു ഹൗസിലുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിച്ചാലും ടാസ്ക് നടക്കും. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുള്ളൻകൊല്ലിയുടെ പരസ്യം. ഇത്രേ ഉള്ളൂ. നിങ്ങളത് കണ്ടു നോക്ക്. അടുത്ത അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.